ഹായ് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം. വീണ്ടും മാതി. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ വീട്ടിലെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, ബാത്റൂമിലൊക്കെ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ്, ആ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുള്ള കുറച്ച് ടിപ്സ് നമുക്ക് നോക്കാം. ഒരു വ്യത്യസ്തമായ ഒരു പരീക്ഷണം നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, നല്ല രസകരമായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചില ടൈപ്പ് മിററുകൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഫോഗൊക്കെ പിടിച്ചൊരു മോഡൽ ഇങ്ങനെ ഒരു ക്ലിയർ ഇല്ലാണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരം മിററിൽ നമ്മൾ ഈ സോപ്പ് ഇങ്ങനെ കുറച്ച് തേച്ച് കൊടുത്തിട്ട് നല്ലൊരു വൈറ്റ് കടലാസോ അല്ലെങ്കിൽ ഒരു വൈറ്റ് തുണി എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ടിപ്പാണ്, നമ്മുടെ സ്പെക്സ് ഒക്കെ ഉണ്ടല്ലോ, കണ്ണട, അതിങ്ങനെ ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ സോപ്പ് മിററിൽ ചെയ്ത പോലെ തന്നെ സോപ്പ് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് പ്രസ് ചെയ്ത് തേച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തുണി എങ്ങാനും എടുത്ത് കടലാസ് ചെയ്ത് തുറച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ക്ലിയറായി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സിബുകൾ ഉണ്ടാവുമല്ലോ, പാൻസിൻ്റെ ആയാലും ബാഗ് എന്തായാലും ചില ടൈമിൽ സിബെല്ലാം നമുക്ക് തുറക്കാൻ വളരെ ഒരു പിടുത്തം വരാവുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ പൊട്ടി പോകാനും ചാൻസ് ഉണ്ട്. അപ്പം അത്തരം സന്ദർഭങ്ങളിലും നമുക്ക് ഈ സോപ്പ് എവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് മൂവ് ആവുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗിലും എല്ലാത്തിലും പരീക്ഷിക്കാവുന്ന ഒരു സിമ്പിളായൊരു മെത്തേഡാണ്. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതിൽ ചെറിയൊരു ഹോള് നമ്മളാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സോപ്പ് അതിൽ വയ്ക്കാം. ഇപ്പോൾ ബാത്ത് സോപ്പാണെങ്കിൽ അത് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സോപ്പാണെങ്കിൽ അത്, അലക്ക് സോപ്പാണെങ്കിൽ അത്. ഇപ്പോൾ ഏത് സോപ്പാണ് വയ്ക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപയോഗമായിരിക്കും. എന്നിട്ട് അത് വെള്ളത്തിൽ നനച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈ കഴുകണമെങ്കിൽ കൈ കഴുകാൻ അതിലുള്ള ഇപ്പോൾ വളരെ റഫായിട്ടുള്ള അഴുക്കുകളൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് റിമൂവ് ആവും. അത് ഏത് ടൈപ്പ് സോപ്പ് വേണമെങ്കിൽ നമുക്ക് വെക്കാം, ആ സോപ്പിന് അനുസരിച്ചുള്ള ഉപയോഗമായിരിക്കും അതിൽ നമുക്ക് ലഭിക്കുക. നെക്സ്റ്റ് ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സോപ്പ് ഇപ്പോൾ പീസുകളാക്കിയിട്ട് നമ്മളിപ്പോൾ ബാഡ് സ്മെല്ല് വരുന്ന ഏരിയകളുണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഷൂസൊക്കെ വർഷകാലത്തൊക്കെ വളരെ ബാഡ് സ്മെല്ലായിരിക്കും നനഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അലക്കാനുള്ള ഡ്രസ്സുകൾ ഇട്ട് വയ്ക്കുന്ന ബാസ്ക്കറ്റ്, അതിലെല്ലാം സോപ്പിൻ്റെ ഇങ്ങനെ ചെറിയൊരു പീസുകളാക്കിയിട്ട് അതിങ്ങനെ ഒരു കവറിൽ എൻവലപ്പിൽ ഇട്ടിട്ട് പൊതിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ ഷൂസൊക്കെ എടുക്കുമ്പോൾ ഒരു നല്ലൊരു ഗുഡ് സ്മെല്ല് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മുഷിഞ്ഞ ഡ്രസ്സ് എവിടേക്കാണ് ബാഡ് സ്മെല്ല് വരുന്നത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു വ്യത്യാസം അറിയാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു സിമ്പിളൊരു ടിപ്പാണ്, നമ്മളിപ്പോൾ ചുമരുമ്പോഴുള്ള ആണി, സ്ക്രൂ മുതലായ സംഭവങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഒരു ഹോള് സാധാരണ ഇതേപോലെ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം ഹോൾസ് പെട്ടെന്ന് നമുക്കൊരു ബോറായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ സോപ്പ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിൽ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ടെമ്പററി ആയിട്ട് ആ ഹോള്, ചുമരിലത്തെ ഹോളെല്ലാം വളരെ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ ഏറ്റവും നല്ലൊരു മികച്ച വേറൊരു ടിപ്പാണ്, നമ്മളൊരു ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പോവുകയാണ് ഈ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഹാൻഡ് വാഷ് സാധാരണ മാർക്കറ്റിൽ 70 രൂപ മുതൽ മുകളിലോട്ടുണ്ട്. അത് നമുക്ക് വെറും ഒരു 10 രൂപയുടെയോ 15 രൂപയുടെയോ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടാക്കാവുന്നതാണ്. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോപ്പ് എടുത്തിട്ട് ഗ്രേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കാം. ആ കത്തി ഉപയോഗിച്ചാലും മതി. ചെറിയ പീസാക്കിയിട്ട് നമ്മളതിനെ മെൽറ്റ് ചെയ്യുക, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഉരുക്കുക. എന്നിട്ടൊരു ചെറിയൊരു ലൂബ്രിക്കേഷന് വേണ്ടി കുറച്ച് ഗ്ലിസറിൻ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം, കുറച്ചും കൂടി നന്നായിരിക്കും. അതിന് ശേഷം തണുത്തതിന് ശേഷം അത് നമ്മുടെ ആ കാലിയായ ഹാൻഡ് വാഷിൻ്റെ കുപ്പിയിൽ ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് സാധാരണ നല്ലൊരു ഹാൻഡ് വാഷായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്, നമ്മുടെ സ്ക്രൂ ഒക്കെ നമ്മൾ ഇതേപോലെ ചുമരിലോ മറ്റുള്ളതൊക്കെ പ്രസ് ചെയ്ത് കയറ്റുമ്പോൾ ചിലപ്പോൾ കയറുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ സോപ്പിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഈ ചിത്രത്തിൽ കാണിക്കുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നല്ലൊരു ലൂബ്രിക്കേൻ്റ് ആയിട്ട് അത് പ്രവർത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ലൂബ്രിക്കേഷൻ ആവശ്യമുള്ള പല ഏരിയയിൽ നമുക്ക് ഈ സോപ്പ് കൊണ്ടുള്ള ഒരു ഉപയോഗം നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങളതിനെക്കുറിച്ചൊരു കമൻറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. അതിനൊപ്പം നമുക്ക് വേറൊരു ചാനലിൻ്റെ പ്രാർത്ഥനാസ് വേൾഡ്, അതും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ഓൾ ഓപ്ഷൻ പോയിട്ട് ഓൾ കൊടുക്കാം.
അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇനി ഇടാവുന്ന എല്ലാ പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.